ഈ പറഞ്ഞ പോലെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് അയ്യോ ആളുടെ അത്രയും എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലോ എന്നുള്ള കുറെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അതിന് പകരം എല്ലാത്തിനെയും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചിലപ്പോൾ റിജക്ഷൻസേ ഉണ്ടാവില്ല പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ. പ്ലസ് സൈസ് മോഡൽസ് ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ്, ഒരു വളരെ കുറവുള്ള ഒരു കാറ്റഗറിയാണ് വരുന്നത്. അതുപോലെ ഷൂട്ട്സിന് വരുമ്പോഴും ഈ എന്താ പറയാ കളറിന്റെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും റേസിസം ഉണ്ട് ഇപ്പോഴും. അല്ല റാമ്പ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡലിങ്ങിന് ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അവർ ഏരിയയിലാണ് സ്യൂട്ട് ആവാന്ന് വെച്ചാൽ അതിനകത്തേക്കായിരിക്കും പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഫാഷൻ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ജയലക്ഷ്മി. സ്വാഗതം. താങ്ക് യു. ഈ ഫാഷൻ രംഗത്ത് മാത്രമല്ല, ആള് മോഡലാണ്, അതുപോലെ തന്നെ ഗ്രൂമറാണ്, നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനറാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ്. എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്? അതൊരു മൾട്ടി ടാസ്കിങ് ആണ്. എങ്ങനെ കഴിയുന്നു? സോ ആക്ച്വലി ഇത് ഒരു ഔട്ട് ഓഫ് പാഷനാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഞാൻ ചൈൽഡ്ഹുഡ് തുടങ്ങി ഞാനൊരു അത്ലീറ്റ് ആണ്. അപ്പോൾ സ്പോർട്സിലാണെങ്കിലും ഗെയിംസിലാണെങ്കിലും ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഫിറ്റ്നസ് ട്രെയിനിങ് എന്നൊരു ആ ഒരു ഏരിയ അങ്ങനെ എങ്ങനെയോ ഞാൻ എത്തിപ്പെട്ടു അതിൽ. പിന്നെ മോഡലിംഗ് ആക്ച്വലി ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ എത്തിപ്പെട്ട ഒരു ഫീൽഡാണ്. ബിക്കോസ് എനിക്ക് ഫാഷനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഫാഷൻ ഡിസൈനിങ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മോഡൽസിന് പറ്റുന്ന ഫീച്ചേഴ്സ് ഒക്കെ എനിക്കുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഫാഷൻ മോഡലിംഗിലേക്ക് ഞാൻ വന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ്? മേക്കപ്പ് ആക്ച്വലി ഞാൻ ഫോഴ്സ്ഫുള്ളി പഠിച്ചതാ. ബിക്കോസ് നമ്മൾ ഷോയ്ക്ക് പോകുന്ന സമയത്ത് ആദ്യമൊക്കെ എൻ്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ ചെയ്താലേ ഓക്കെ ആവുള്ളൂ എന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഫോഴ്സ്ഫുള്ളി പഠിച്ചതാ. പിന്നെ അത് പ്രൊഫഷണലി ബ്രൈഡൽ മേക്കപ്പ് ആയിട്ട് മേക്കപ്പ് കോഴ്സ് ചെയ്തു. അങ്ങനെ ഓക്കെ. മോഡലിംഗിലേക്കൊക്കെ ഒരു ആക്സിഡന്റലി എത്തിയതാണെന്ന് പറഞ്ഞു. ഇപ്പൊ മോഡലിംഗ് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഫാഷൻ അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ബിഗിനേഴ്സിനോട് പറയാനുള്ളത്? എന്തൊക്കെ സ്ട്രഗിൾസ് ആയിരിക്കും അവർ ആക്ച്വലി ഫേസ് ചെയ്യുന്നത് തുടക്കത്തിൽ വരുമ്പോ? ഓക്കെ, ഇപ്പൊ ഞാൻ ഫാഷൻ രംഗത്തേക്ക്, ഫാഷൻ മോഡലിംഗ് രംഗത്തേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഫേസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇൻഡസ്ട്രിയിൽ കോണ്ടാക്ട്സ് ഇല്ല, ഒരു ഗോഡ് ഫാദർ ഇല്ല. സോ അങ്ങനെ എനിക്കെല്ലാം ഓഡിഷൻ പോയി സെലക്ട് ആവേണ്ട അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2018 അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മോഡലിംഗ് അക്കാഡമീസോ അല്ലെങ്കിൽ മോഡലിംഗ് ഏജൻസീസോ ഒന്നും അത്രയും ഉണ്ടായിരുന്നില്ല, അത്രയും ഫ്ലറിഷ്ഡ് ആയിരുന്നില്ല. അപ്പോൾ എല്ലാ ഷോസിനും ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്യും, സെലക്ട് ആവും. ഇനീഷ്യലി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുറച്ച് ഷോസ് കഴിയുമ്പോഴാണ് നമ്മൾ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുന്നതും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫാഷൻ ഷോസ് കിട്ടിയിരുന്നതും. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഇൻഡിവിജ്വലി നോക്കുന്നേക്കാളും എപ്പോഴും ബെറ്റർ ആയിരിക്കും ഇഫ് യു ഹാവ് എ മെന്റർ വിത്ത് യു. ഓക്കെ, ഒരു മെന്റർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് മോഡലിംഗിൽ തന്നെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഒരു പ്രോപ്പർ ഒരു നല്ല മെന്റർ ഉണ്ടെങ്കിൽ അവര് നമുക്ക് പറഞ്ഞു തരും ഫീച്ചേഴ്സ് അനുസരിച്ച് ഏതൊക്കെ ഏരിയ ഓഫ് മോഡലിംഗ് ചൂസ് ചെയ്യാം എന്നുള്ളത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സൽ ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രിയിൽ. നമ്മളെ കുറച്ചുകൂടി അവർ ഗ്രൂം ചെയ്തെടുക്കും. നമ്മുടെ ഉള്ളിലുള്ള ടാലൻസ് കുറച്ചുകൂടി നന്നായിട്ട് എടുക്കാൻ ഒരു മെന്റർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോഴും ശരിക്കും ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഈ 0 സൈസ് പ്ലസ് സൈസ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ഇല്ല എന്നൊക്കെ പറയും. ഒരു പരിധിവരെ ഇപ്പോ തിൻ മോഡൽസിനാണെങ്കിലും പ്ലസ് സൈസ് മോഡൽസിനാണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പെർട്ടിക്കുലർലി ഡിസൈനേഴ്സിന് വരുമ്പോ അവര് പ്രത്യേകിച്ച് റാമ്പിലൊക്കെ വരുന്ന സമയത്ത് തിൻ മോഡൽസിനെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക. പ്ലസ് സൈസ് മോഡൽസ് ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ്, ഒരു വളരെ കുറവുള്ള ഒരു കാറ്റഗറിയാണ് വരുന്നത്. അതുപോലെ ഷൂട്ട്സിന് വരുമ്പോഴും ഈ എന്താ പറയാ കളറിന്റെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും റേസിസം ഉണ്ട് ഇപ്പോഴും. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ ഷൂട്ട്, ജ്വല്ലറി ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് ഫെയർ ആയിട്ടുള്ള, അതുപോലെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. അങ്ങനെ
ഇല്ല എന്ന് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇല്ല എന്ന് അവര് പറഞ്ഞിരുന്നാലും ഇതിന്റെ ഉള്ളിൽ ശരിക്കും റേസിസം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. മൊത്തത്തിലല്ല എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട്. അത്ര ലൗഡ് അല്ല, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ ശരിക്കും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുറെ കുട്ടികളുടെ അവസരങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഒരുപാട്. അപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു മെന്റർ വേണമെന്നുള്ളത്. ശരിക്കും ഒരു റെക്കമെൻഡേഷനും നമുക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്തപ്പെടാൻ പറ്റുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഗോഡ് ഫാദർ വേണം ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാലന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഗ്രൂമർ ഉണ്ടെങ്കിൽ അപ്പോൾ അവര് നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് അവര് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ചാനലിൽ കൂടെ ചാനലൈസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഉള്ളിലെ സ്ട്രെങ്തിനെ പുറത്തേക്ക് കൊണ്ടുവരാനും അത് നമ്മുടെ കരിയറിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിക്കാനും ആ മെന്റർ ഹെൽപ്പ് ചെയ്യും ഒരുപാട്. ഓക്കെ. ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണോ? ഇപ്പൊ ഞാൻ ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്രൂമർ വേണോ, എനിക്ക് ഇനി ഈ റാമ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? അതങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ്. ഇപ്പൊ നമ്മള് ഒരു ഫ്രഷർ മോഡൽ എന്ന നിലയിൽ എപ്പോഴും ഒരു ഗ്രൂമിങ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് തന്നെ അറിയാത്ത കുറെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അതിപ്പോ ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ ഒരു ഗ്രൂമർക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൺവേയിൽ നമ്മൾ വാക്ക് ചെയ്യാണ്, ഒരു റാമ്പ് വാക്ക് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ. അപ്പൊ നമ്മുടെ ബേസിക്സ് അത്രയും സോളിഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോഴും മോഡൽസിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് മോഡൽ പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ. അപ്പൊ അത് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. അപ്പൊ ഒരുപാട് എക്സ്പെൻസീവ് അല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഗ്രൗണ്ട് വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. ഓക്കെ. ഈ കുറെ ആൾക്കാര്, അതായത് കുറെ മോഡൽസ് ഒരുപാട് പൈസ മുടക്കി എക്സ്പെൻസീവ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ആക്ച്വലി പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന എക്സ്പെൻസീവ് എന്നൊരു ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷൂട്ട്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രൊഫൈലുള്ള ഫോട്ടോഗ്രാഫറിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്രയും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ എന്നാലും അത്രയും അത് തന്നെ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല. പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആവേണ്ട കാര്യം ഇല്ല. ഒരുപാട് എക്സ്പെൻസീവ് ആവേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് ഷൂട്ട് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണത്? ടെസ്റ്റ് ഷൂട്ട് ആക്ച്വലി നമ്മൾ മോഡൽസിന്റെ ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അതായത് ഒരു ഫ്രഷർ മോഡല്, ഫ്രഷർ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഈ പ്രൊഫഷണൽ മോഡൽസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. അത് ആക്ച്വലി കേരളത്തിൽ അത്ര കോമൺ അല്ല. പക്ഷെ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി ഒക്കെ പോയി കഴിഞ്ഞാൽ അവര് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മള് എന്താ പറയാ ഒരു 6 months ഒക്കെ കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഷൂട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാലും നമുക്ക് നമ്മുടെ പ്രോപ്പർ സ്ട്രെങ്ത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ഷൂട്ട്. അപ്പോ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, അതായത് ഈ കൊളാബറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ ഹെവി മേക്കപ്പ് അല്ലെങ്കിൽ ഗ്ലാം ലുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുക. ചിലപ്പോൾ ഫോട്ടോഗ്രാഫറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെങ്കിൽ വേറെ ഡിഫറെന്റ് ഐഡിയാസ് എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു മോഡലിന് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ, അതായത് അവരുടെ പ്രൊഫൈലിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ഷൂട്ട്. ഓക്കെ. അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാനും കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനും നമ്മളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഈ റീസെന്റ് ആയിട്ട് കുറച്ച് റാം ഷോസിന്റെ ഇത് ഞാൻ വീഡിയോസ് കണ്ടതില് ശരിക്കും നമ്മൾ ഈ നടന്നു വരുന്ന ടൈമിൽ തെന്നി വീഴുന്നത്, ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു ഡ്രസ്സിന്റെ കാര്യം കൊണ്ട് വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാൻഡൽസിന്റെ കാര്യം കൊണ്ട് വീഴുന്നതായിരിക്കും. അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് വരുന്നുണ്ട്. അതൊരു പ്രോപ്പർ ഗ്രൂമിങ് ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? പ്രോപ്പർ ഗ്രൂമിങ് ഇല്ലാത്തതിന്റെ
അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ റാമ്പ് ചെയ്യുന്ന സമയത്ത് റാമ്പ് സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവാം. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഔട്ട്ഫിറ്റ് ഇടയിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അത് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഈ മോഡൽസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബേസിക്സ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് അതിപ്പോ ഇൻ കേസ് ഒരു ഫൂട്ട് വെച്ചത് ഫീബിൾ ആയത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫുട്ടിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് കൂടുതലും ഈ റാമ്പില് വീഴലും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ ഈ പ്ലസ് സൈസ് 0 സൈസ് എന്ന് പറയുന്ന ഈ ഒരു ഇത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ബോഡി മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡയറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും ക്ലയൻസ് വന്നിട്ടുണ്ട്, അതായത് ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള ഒരു ഡയറ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി മോഡൽസ് തന്നെ ക്ലയൻസ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഒരു 3-4 പേരുണ്ടായിരുന്നു. അപ്പൊ അവർ ആക്ച്വലി കുറച്ചും കൂടി ഗോൾ ഓറിയന്റഡ് ആണ്. അപ്പോൾ നമുക്ക് സാധാ ക്ലയൻസിന്റെ അടുത്ത് പറയുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ബേസിക് വർക്ക്ഔട്ട്സ്, അപ്പോൾ ജിമ്മിൽ പോകാൻ ആക്സസ് ഉള്ളവർക്കാണെങ്കിൽ ജിമ്മിലെ വർക്ക്ഔട്ട്സ് ഞാൻ സജസ്റ്റ് ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ ഹോം വർക്ക്ഔട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി പ്രോട്ടീൻ ഓറിയന്റഡ് ആയിരിക്കും അവരുടെ ഡയറ്റ് വരെ. അതും അഗെയിൻ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെയാണ് നമ്മൾ ഡയറ്റ് ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോ നോർമൽ ക്ലയൻസ് ആണെങ്കിലും മോഡൽസ് ആണെങ്കിലും അങ്ങനെ തന്നെ. മാം ഇപ്പൊ മോഡലിംഗ് ഏജൻസി ഒക്കെ നടത്തുന്നുണ്ടല്ലോ, ഈ പ്ലസ് സൈസിലുള്ള മോഡൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ ഞാൻ സ്കിന്നി മോഡൽസ് വേണം, പ്ലസ് സൈസ് വേണം, ഫെയർ വേണം, അങ്ങനെയൊന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്, ടാലന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കും. അവരെ റാമ്പിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഇതും സപ്പോർട്ടും മാം കൊടുക്കാറുണ്ട്? അല്ല, റാമ്പ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡലിങ്ങിന് ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അവർ ഏരിയയിലാണ് സ്യൂട്ട് ആവാന്ന് വെച്ചാൽ അതിനകത്തേക്കായിരിക്കും പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവർക്കും എല്ലാ മോഡൽസിനും ഒരിക്കലും റാമ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് റാമ്പിന് ടോൾ മോഡൽസ് ആയിരിക്കണം, അതുപോലെ കുറച്ച് ടോൺഡ് ആയിട്ടുള്ള ബോഡി ഉള്ളവരായിരിക്കണം. പ്ലസ് സൈസിന് ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ജനറലി സ്പീക്കിംഗ് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും റാമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലും എഡിറ്റോറിയൽസ് ചെയ്യാൻ പറ്റും. ആക്ടിങ് സ്കില്ലുള്ളവർക്കാണെങ്കിൽ കമേഴ്ഷ്യൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവരുടെ സ്ട്രെങ്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ചാനലൈസ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെ ഉണ്ടല്ലേ. എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു ഏജൻസി തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം? മെയിൻ ആയിട്ടും ഈ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്, ഇൻഡസ്ട്രിയിലെ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. പിന്നെ ഞാൻ മോഡലിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫാഷൻ ഷോസ് ഉണ്ടാവുമായിരുന്നു, നല്ല ക്വാളിറ്റി ഷോസ് ഉണ്ടാവുമായിരുന്നു. ഡൽഹി, മുംബൈ അവിടെ നിന്നൊക്കെ ഡിസൈനേഴ്സ് വന്നിട്ട് കേരളത്തിൽ ഷോക്കേസ് ചെയ്യുന്ന അത്രയും ഒരു റിച്ച് അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം എന്തോ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ എല്ലാവർക്കും ഫാഷൻ ഷോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒരുപാട് കുറഞ്ഞു. അതെ, ഫാഷൻ ഷോന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ് ആ ഒരു എയിമോട് കൂടിയാണ് ഞാൻ നെക്സ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ തുടക്കകാലത്ത് എന്തെങ്കിലും റിജക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എനിക്കങ്ങനെ മോഡലിംഗ് റാമ്പിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഷൂട്ട്സ് വരുന്ന സമയത്ത് ചിലപ്പോ ഇങ്ങനെ റിജക്ഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് സൂട്ട് ആവാത്ത കാര്യത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല്, പിന്നെ അത് മാത്രമല്ല കുറച്ചും കൂടിയും റിജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഞാൻ മോഡലിംഗ് തുടങ്ങിയതോടെ പ്രത്യേകിച്ചും റിജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ മെന്റർ ഉണ്ടായിരുന്നില്ല, ഗ്രൂമർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഏത് ഏരിയയിലായിരിക്കും സക്സീഡ് ചെയ്യുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറച്ച് റിജക്ഷൻസ് ഒക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മോഡലിംഗ് എന്നെ ആ ഒരു രീതിയിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് ഏത് സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇപ്പോ ഉറപ്പായിട്ടും ഒരുപാട് റിജക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാവാം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടോപ്പിൽ എത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു ചാൻസ് അതിന്ന് കിട്ടിയില്ല, അതിന്ന് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫെയിം കിട്ടിയില്ല എന്നറിയുമ്പോൾ പിന്നീട് ട്രൈ ചെയ്യാതെ പോകുന്ന, അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു വേയില്? ഇഷ്ടം പോലെ പേര്, കുറെ പേര്. യെസ്. ഇപ്പൊ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന, ഞാൻ മോഡലിംഗ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് മോഡൽസിന് എനിക്കറിയാം. അവർ ഈ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യും, 3 പ്രാവശ്യം ട്രൈ ചെയ്യും.
പക്ഷെ സെലക്ട് ആയില്ല, അല്ലെങ്കിൽ വർക്ക് കിട്ടിയില്ല, അതവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് ഒരിക്കലും എന്തായാലും സംഭവിച്ചിരിക്കും, ഒരിക്കലും നടക്കാതെ പോവില്ല. അപ്പൊ അത് അങ്ങനെ ഒരിക്കലും നടക്കാതെ പോവില്ല. അപ്പോ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതെ, എപ്പോഴും നമ്മൾ ആ ഒരു ആ ഒരു കാര്യം മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. നമുക്കായിട്ടൊരു ദിവസം ഉണ്ട് എന്ന് കരുതിയിട്ട് അവർ പിന്നെയും വരിക. ഈ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഈ റിജക്ഷന് പല കാരണങ്ങളുണ്ടാവാം. അതായത് ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഇവർക്ക് ഞങ്ങൾക്ക് ഇനി സക്സീഡ് ആവാൻ പറ്റില്ല, ഞങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള തോന്നലായിരിക്കുമോ ചിലപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകാൻ വേണ്ടി തോന്നിക്കുന്നത്? ആയിരിക്കാം. നമ്മളൊരിക്കലും വേറൊരാളെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത്. കാരണം ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, അതുപോലെ യുണീക്കും ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് അയ്യോ ആളുടെ അത്രയും എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലോ എന്നുള്ള കുറെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അതിന് പകരം എല്ലാത്തിനെയും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചിലപ്പോൾ റിജക്ഷൻസേ ഉണ്ടാവില്ല. അതെ, പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ. ഫാമിലി നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് വന്നത്? ഫാമിലിന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് പണ്ട് തുടങ്ങിയേ എന്റെ പേരൻസ്, ഇപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും എന്താണോ ഇഷ്ടം അതിന് എപ്പോഴും ത്രൂ ഔട്ട് എന്റെ ഫാമിലി സപ്പോർട്ടാണ്, എന്റെ അച്ഛനും അമ്മയും. അപ്പൊ ഒരിക്കലും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രഷർ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല ഒരിക്കലും. അപ്പൊ ഓരോ ഷോസിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഓഡിഷൻ ക്ലിയർ ചെയ്യുമ്പോഴും അവര് കുറച്ചും കൂടിയും ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാനിത് വന്ന് പറയുമ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ അവരും എന്റെ ഒപ്പം തന്നെ എക്സൈറ്റഡ് ആവുമായിരുന്നു. അതുപോലെ ഷോസിനൊക്കെ പേരൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു തുടക്ക സമയത്തൊക്കെ കാണാനായിട്ട്. ഇപ്പോ അവർക്ക് തന്നെ അറിയാം ഈ ഒരു ഫീൽഡിൽ അത്രയും ഫ്ലറിഷ്ഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഓക്കെ, ഈ ഫിലിം ഫീൽഡില് സെലിബ്രിറ്റീസ് അവരൊക്കെ ഗ്രൂം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഗ്രൂമിങ് ആയിട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ സെലിബ്രിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷൂട്ടിനാണെങ്കിലും അങ്ങനെയൊക്കെ. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും സെലിബ്രിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറെ കൂടി നമ്മുടെ ഒരു ഫീൽഡിൽ നമ്മൾ കുറെ കൂടി ഫ്ലറിഷ്ഡ് ആവുകയാണ്. അതെ, അത് മാത്രമല്ല നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഐഡിയാസ് കിട്ടും. അതുപോലെ അവരുടെ തോട്ട് പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എന്താ പറയാ പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെയെങ്കിലും ഒരു സ്റ്റൈലിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് ദീപിക പദുക്കോണിന്റെ സ്റ്റൈലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രിയങ്ക ചോപ്രയുടെ. പക്ഷെ അത് ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കിയിട്ടില്ല. ബിക്കോസ് അത് ചിലപ്പോ എനിക്ക് മാച്ച് ആവണമെന്നില്ല. അവര് ഒരു മിനിമൽ ആൻഡ് ക്ലാസി ലുക്ക് അല്ലേ വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ പല ഡീവിയേഷൻസ് ഇല്ലേ? അതായത് ഈ മോഡലിംഗ് ആയിരുന്നിരുന്നാലും ഈ സ്റ്റൈലിംഗ് ആയിരുന്നിരുന്നാലും ഇപ്പൊ പറഞ്ഞതുപോലെ ക്ലാസി, എലഗന്റ് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ? ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്കെപ്പോഴും സിമ്പിൾ ലുക്കാണ്, ക്ലാസി ആൻഡ് സിമ്പിൾ. അതാണ് എപ്പോഴും എന്റെ ഗോ ടു സ്റ്റൈൽ. ഒരുപാട് ഓവർ ആക്സസറൈസ് ചെയ്ത് അതൊന്നും എനിക്ക് പൊതുവെ താല്പര്യമില്ല. പിന്നെ എന്തെങ്കിലും ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ഞാൻ ഡ്രസ്സപ്പ് ചെയ്യുമെന്നല്ലാതെ നോർമലി ഈസി വെയർ ആയിട്ടുള്ള അങ്ങനത്താണ് എന്റെ ഗോ ടു സ്റ്റൈൽ വരുന്നത്. ഓക്കെ,